ക്രിസ്തീയ സഭയുടെ ആരാധനാ പാരമ്പര്യങ്ങൾ എന്ന് പറയുന്നത് എല്ലാ ക്രൈസ്തവ സഭകൾക്കും ലഭിച്ചിരിക്കുന്നത് യഹൂദന്മാരിൽ നിന്നാണ്. ലേവ്യ പുസ്തകത്തിലും പുറപ്പാട് പുസ്തകത്തിലും പറയുന്ന പുരോഹിതന്റെ വേഷവിധാനങ്ങൾ, തലപ്പാവ് മുതല് ഊറാറ മുതല് കുപ്പായങ്ങൾ മുതൽ എല്ലാം യഹൂദന പുരോഹിതനായിരുന്ന അഹറോന് വേണ്ടി നിയമിച്ചിരിക്കുന്നതാണ്. അതാണ് ഇന്നും നമ്മൾ ഉപയോഗിക്കുന്നത്. ഓർത്തഡോക്സ് സഭകളിൽ നിന്ന് മാത്രമല്ല, കത്തോലിക്ക സഭയും ക്രിസ്തീയ സഭകൾ മുഴുവനും അന്നുണ്ടായിരിക്കുന്നതായ പാരമ്പര്യത്തിൽ നിന്ന് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് അതേപടി ഉപയോഗിക്കുന്നു. പിന്നെ കാലദേശാനുസൃതമായിട്ട് വെള്ള തൊപ്പി ഉപയോഗിക്കാം, അല്ലെ കറുത്ത തൊപ്പി ഉപയോഗിക്കാം. പക്ഷെ തൊപ്പി എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്. അത് അഹറോനിൽ നിന്ന് വരുന്നതാണ്. കുപ്പായങ്ങളെല്ലാം ഉപയോഗിക്കുന്നുണ്ട്. നീലയാകാം, ചുവന്നതാകാം, പച്ചയാകാം, വെള്ളയാകാം. പക്ഷേ എല്ലാവരും ആ കുപ്പായം ഇടണമെന്നുള്ളതുണ്ട്. അതുപോലെ ഊറാറ ഉപയോഗിക്കുന്നുണ്ട്. അത് പിന്നെ ഹൈബിനിക്കാകാം, ഊറാറാകാം, പലതരത്തിലാകാം. പക്ഷേ ഊറാറ ഉപയോഗിക്കുന്നുണ്ട്. ഇതെല്ലാം അഹറോന്റെ പൗരോഹിത്യ വസ്ത്രങ്ങളാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ആ അഹറോന്റെ പൗരോഹിത്യ വസ്ത്രങ്ങൾ ലഭിച്ചിരിക്കുന്നത് എല്ലാവരും ഇന്ന് കാലദേശാനുസൃതമായി ഉപയോഗിക്കുന്നു എന്ന് മാത്രം. അഹറോന്യ വസ്ത്രങ്ങൾക്ക് ശേഷം കാലാനുസൃതമായി ഓരോ സ്ഥലത്തും വസ്ത്രങ്ങളുണ്ട്. ഈ വസ്ത്രങ്ങൾ എല്ലാം പൊതുവായ സഭയുടേതാണ്. സഭയില് ഇതിന്റെ എല്ലാം പരസ്പര അംഗീകരണവും സ്വീകരണവും നടന്നിട്ടുള്ളതാണ്. ഓരോ സഭകളിലും ഈ ആരാധനാ കാര്യങ്ങള് നടന്നിട്ടുള്ളതാണ്. മാത്രമല്ല, ആരാധന ക്രമങ്ങൾ എന്ന് പറയുന്നത് ഒരിക്കലും ഒരാളിൻ്റെതായിട്ടുണ്ടായിട്ടില്ല. മലങ്കര സഭ മാത്രമല്ല, ആദ്യമായി സഭയിൽ ഉണ്ടാകുന്ന ഗ്രീക്ക് ആരാധനയാണ്. ഗ്രീക്ക് ഭാഷയിലാണ് ആരാധന. 4-ാം നൂറ്റാണ്ട് വരെ ഗ്രീക്ക് ഭാഷയായിരുന്നു ക്രിസ്തീയ സഭയുടെ ഔദ്യോഗിക ഭാഷ. എല്ലാവരും ഗ്രീക്ക് ഭാഷയിലാണ് ഉണ്ടാക്കിയത്. അതുപോലെ തന്നെ നമ്മളെല്ലാവരും പരക്കെ ബൈസന്റിയൻ ഓർത്തഡോക്സ് സഭയും ഓർത്തഡോക്സ് സുറിയാനി സഭയും ഇനിയും പേർഷ്യൻ അല്ലെങ്കിൽ കൽദായ സഭയും എല്ലാവരും ഉപയോഗിക്കുന്നതാണ് യാക്കോബിന്റെ ദക്സ. ആദ്യമായിട്ട് കർത്താവിന്റെ സഹോദരനായ യാക്കോബ് എഴുതിയതാണെന്നാണ് പറയുന്നത്. ആ യാക്കോബിന്റെ ദക്സ എന്തായിരുന്നാലും അത് ഗ്രീക്ക് ഭാഷയിലാണ് എഴുതിയത്. സുറിയാനിയിൽ നിന്ന് യാക്കോബിന്റെ ദക്സ ഉപയോഗിക്കുന്നത് ആ ഗ്രീക്ക് ഭാഷയിലുള്ളതിന്റെ ഒരു തർജ്ജിമ മാത്രമാണ്. അതുപോലെ തന്നെ ഇന്നും ഗ്രീക്ക് ഗ്രീക്ക് വാക്കുകള് കുറിയലായിസോൻ തുടങ്ങി അനേക ഗ്രീക്ക് വാക്കുകൾ ഇന്നും സുറിയാനി സഭയുടെ ആരാധനയുണ്ട്. ഗ്രീക്ക് ഭാഷയിൽ എഴുതപ്പെട്ട യാക്കോബിന്റെ ദക്സ ഉപയോഗിക്കുന്ന യാക്കോബായക്കാരെന്ന് പറയുന്നവര് അവര് ഗ്രീക്കുകാരുടെ ഭാഗമാണോ? ഗ്രീക്കുകാരാണോ അവരുടെ നേതൃത്വം? കുറിയലായിസോൻ ഇന്നും യാക്കോബായ പള്ളികൾ കുറിയലായിസോൻ ചെല്ലുമ്പോൾ ഗ്രീക്കുകാരുടേതാണോ? അത് ഗ്രീക്കുകാരുടെ സഭയുടെ ഭാഗമാണോ? അവര് അത് ഉപയോഗിക്കാൻ സാധിക്കുമോ? ഒരിക്കലുമില്ല. അതുപോലെ തന്നെ ഗ്രീക്ക് ഭാഷയിലുള്ള ബൈസന്റിയൻ ഓർത്തഡോക്സ് സഭയിലെ അനേക പ്രാർത്ഥനകൾ പരിശുദ്ധ സഭയുടെ പൊതുവായ പിതാവായിരുന്ന അപ്രേമിന്റെ പ്രാർത്ഥനകളാണ്. അപ്രേമിന്റെ ബൗസോ, അപ്രേമിന്റെ പാട്ടുകള് എല്ലാമാണ് ഗ്രീക്ക് ആരാധനാക്രമത്തിൽ ഇന്നുള്ളതായ കൊണ്ടാക്കിയോൺ എന്ന് പറയുന്നതായ പ്രധാനപ്പെട്ടതായിരിക്കുന്ന ആരാധനാ ഭാഗം. ഗ്രീക്ക് അപ്രേമിന്റെ അല്ലെങ്കിൽ സുറിയാനി ഭാഷയിൽ എഴുതിയ അപ്രേമിന്റെ ആരാധനാക്രമമെല്ലാം ഇന്ന് ഗ്രീക്ക് ഭാഷയിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് അവിടെ ആരാധനയായിട്ട് ഉപയോഗിക്കുമ്പോൾ, പൊതുവായ സഭയുടെ പിതാവായിരുന്നുകൊണ്ട് ഉപയോഗിക്കുമ്പോൾ, ഗ്രീക്ക് ഓർത്തഡോക്സ് സഭയെല്ലാം സുറിയാനി സഭയുടെ കീഴിൽ വരണമെന്ന് ആവശ്യപ്പെടാൻ പറ്റുമോ? അങ്ങനെ ആവശ്യപ്പെടാൻ സാധിക്കുമോ? സുറിയാനി സഭയുടെ ഇന്ന് ഉള്ള പാശ്ചാത്യ സുറിയാനി സഭ എന്ന് പറയുന്ന നമ്മൾ ഉപയോഗിക്കുന്ന ആരാധനാക്രമങ്ങളെല്ലാമാണ് മാർത്തോമാക്കാരിന്ന് ഉപയോഗിക്കുന്നത്. മാർത്തോമാക്കാര് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ഭാഗമാണോ? അന്ത്യോക്യൻ പാത്രികീസിന്റെ ഭാഗമാണോ? അതുപോലെ തന്നെ ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്നത് തന്നെയല്ലേ റീത്തുകാർ ഉപയോഗിക്കുന്നത്, മലങ്കര റീത്തുകാർ ഉപയോഗിക്കുന്നത്. ആ മലങ്കര റീത്തുകാര് അന്ത്യോക്യൻ പാത്രികീസിന്റെ കീഴിലാകണമോ അതോ റോമൻ പോപ്പിന്റെ കീഴിലാകണമോ? എന്താ പറയാനുള്ളത്? ഇന്ന് ഉപയോഗിക്കുന്നതായ ആരാധനകൾ ഏതെല്ലാം ഭാഷയിൽ എവിടെയെല്ലാം ഉപയോഗിക്കുന്നു? മലങ്കര ഇന്ന് മലബാർ റീത്തുകാർ ഉപയോഗിക്കുന്നത് അവര് ആദായി മാറിയുടെ ഇരിക്കുന്ന കുർബാനക്രമമാണ്. അതായത് ഈസ്റ്റ് സിറിയൻ കുർബാനക്രമമാണ്. അതുകൊണ്ട് ഈസ്റ്റ് സിറിയയിലുള്ളതായ അല്ലെങ്കിൽ ഇന്ന് ഉള്ളതായ കൽദായ സഭയുടെ ബിഷപ്പ് ഇവിടെയുള്ള അപ്രേം തിരുവേദിയുടെ കീഴിലാകണമോ ഇന്നത്തെ മലബാർ റീത്തുകാരെ? അതോ കാത്തോലിക്ക സഭയുടെ പോപ്പിന്റെ കീഴിലായിരിക്കുന്നത്? എന്താണ് പറയുന്നത്? ആരാധനക്രമം ഉപയോഗിക്കുന്നതാണ്. ഇന്ന് ഞാന്
മുണ്ടുടുത്തുകൊണ്ട് നടത്തുന്നത് നാളെ പാൻറ് ഇട്ടാൽ ഞാൻ ഇംഗ്ലീഷുകാരന്റെ അധീനതയിലാകണമോ? ഇന്ന് മാർത്തോമാക്കാർ ഉപയോഗിക്കുന്ന ആരാധനാക്രമങ്ങളെല്ലാം ഇംഗ്ലീഷുകാരുടേതാണ്. അങ്ങനെയാണെങ്കിൽ അവർ ആംഗ്ലിക്കൻ സഭയുടെ ആരാധന ഉപയോഗിക്കുമ്പോൾ അവരെ ആരെ സ്വീകരിക്കണം? ആംഗ്ലിക്കൻ സഭയെ സ്വീകരിക്കണമോ? മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ആരാധനാക്രമങ്ങൾ അവരുപയോഗിക്കുമ്പോൾ ഇന്ന് അവർ മലങ്കര സഭയുടെ കീഴിൽ വേണമോ? അപ്പൊ യാക്കോബാക്കാരുടെ കീഴിൽ വേണമോ? ആരുടെ കീഴിൽ വേണം? എന്താണ് ഈ ചോദിക്കുന്നതിന്റെ അർത്ഥം? മലങ്കര ക്രിസ്തീയ സഭകളുടെ ക്രമങ്ങളെ കുറിച്ചോ ക്രിസ്തീയ സഭയുടെ വളർച്ചയെക്കുറിച്ചോ അല്പം പോലും അറിവില്ലാതെ ഇതിനെക്കുറിച്ച് അബദ്ധ ജടിലങ്ങളായിരിക്കുന്ന കാര്യങ്ങൾ പറയുന്നത് ഒരു സമൂഹവും അംഗീകരിക്കുകയില്ല. ഇത് തെറ്റായ ധാരണയാണ്. ഇവിടെ ഭാഷയുണ്ടോ സംസ്കാരം കൊണ്ടോ അല്ല. ഇന്ന് മലങ്കര സഭയുടെ ആളുകൾ ഉപയോഗിക്കുന്നതാണല്ലോ കമ്മീഷൻ എന്ന് പറയുന്നത്. ഈ കമ്മീഷൻ എന്ന് പറയുന്നത് മലങ്കര സഭയിലെ പുരോഹിതന്മാരുടെ പറയും. കമ്മീഷന്റെ മണലാരണ്യത്തില് തലയ്ക്ക് ചൂട് കിട്ടാതിരിക്കാനായിട്ട്, കഴുത്തിന് ചൂടടിക്കാതിരിക്കാനായിട്ട് ആലമുണ്ടാക്കി അതിന്റെ മുകളിൽ ഒരു തൊപ്പി തിരികെ പോലെ ഉണ്ടാക്കി വെച്ചിട്ട് പോകുന്നതായ അറബികളുടെ വേഷമാണ്. അറബികളുടെ വേഷമായിരിക്കുന്ന കമ്മീസ് ഉപയോഗിച്ചാൽ ഞാൻ അറബിയാണെന്ന് പറയാൻ ഇവിടുത്തെ യാക്കോബായക്കാർ തയ്യാറുണ്ടോ? അതുപോലെ തന്നെ മറ്റ് വേഷവിധാനങ്ങൾ ഓരോന്നും സ്വീകരിക്കുമ്പോൾ അതെല്ലാം അറബികളുടേതായ കുപ്പായം ഉപയോഗിച്ചാൽ അറബിയായി തീരുമോ? ഇംഗ്ലീഷുകാരുടെ കാശ് കിട്ടു കഴിഞ്ഞാൽ ഞാൻ ഇംഗ്ലീഷുകാരനാകുമോ? അല്ലെ ആംഗ്ലിക്കൻ സഭയുടെ ഭാഗമാകുമോ? ഫ്രണ്ട് ഓപ്പൺ ആയിരിക്കുന്നതായ കുപ്പായങ്ങളാണല്ലോ ഇന്ന് പല യാക്കോബായ മെത്രാച്ചന്മാരും അച്ഛന്മാരും ഉപയോഗിക്കുന്നത്. അവർ കത്തോലിക്ക സഭയുടെ ഭാഗമാണോ? ഇതൊക്കെ ആവശ്യമില്ലാതെ തെറ്റിദ്ധാരണ സാധാരണ ജനങ്ങളിൽ തെറ്റിദ്ധാരണ ഉളവാക്കി ആവശ്യമില്ലാത്തതായ പരിപാടികൾ അവിടെ ചിന്തകൾ തെറ്റായിട്ട് കൊടുത്തുകൊണ്ട് മനുഷ്യനെ തമ്മിൽ അടുപ്പിക്കാൻ ഉപയോഗിക്കുന്ന ചില അബദ്ധജടിലങ്ങളായ വാക്കുകളെന്നല്ലാതെ അതിനൊന്നും യാതൊരു അർത്ഥവും